മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി ചെയർമാനെ നിയമിച്ച് സുപ്രീം കോടതി. റിട്ടയർഡ് ജഡ്ജി സുധാൻഷു ധൂലിയെയാണ് ചെയർപേഴ്സൺ. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി ചെയർമാനെ സുപ്രീം കോടതി നിയമിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും വളരെ നിർണായകമായ നടപടിയാണ് കേരളത്തിലെ രണ്ട് സർവകലാശാലകൾ, ഡിജിറ്റൽ അതോടൊപ്പം തന്നെ ടെക്നിക്കൽ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഒരു തർക്കം, ഗവർണറും സർക്കാരുമായിട്ട് തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി വളരെ നിർണായകമായ നടപടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും VCമാരെ നിയമിക്കുന്നതിന് വേണ്ടി ഒരു സെർച്ച് കമ്മിറ്റി ചെയർമാനെ സുപ്രീം കോടതി ഇപ്പോൾ നിയമിച്ചിരിക്കുകയാണ്. റിട്ടയർഡ് ജഡ്ജി സുധാൻഷു ധൂലിയെയാണ് ഈ ചെയർമാനായി നിയമിച്ചിരിക്കുന്നത്. സർക്കാരും അതോടൊപ്പം തന്നെ ഗവർണറും രണ്ട് പട്ടികകൾ നൽകിയിരുന്നു. ഈ പട്ടികകളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടുത്തി വേണം ഒരു സമിതി രൂപീകരിക്കണം. അതാണ് ഈ ചെയർമാൻ്റെ ആദ്യത്തെ ചുമതല. കൂടാതെ ഈ സമിതിയിൽ ആരൊക്കെ ഉൾപ്പെടുത്തണം എന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ചെയർമാൻ്റെ വിവേചനാധികാരമായിരിക്കും. കൂടാതെ സ്ഥിരം VCയായി 3 പേരുടെ പാനൽ ഈ ചെയർമാന് തീരുമാനിക്കാമെന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട കാര്യം. കൂടാതെ വിറ്റ്നാമിന് ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുകയും വേണം എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ ചെയർമാനെ നിയമിച്ചത് അത് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു കോടതി എന്നതുമാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട കാര്യം. ഈ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള ഒരു പട്ടിക ഗവർണറും സർക്കാരും ഇന്ന് കോടതിയിൽ നൽകിയിരുന്നു. IIT NIT ഡയറക്ടർമാരുൾപ്പെടെ 8 പേരുടെ പട്ടികയാണ് ഗവർണർ സുപ്രീം കോടതിക്ക് കൈമാറിയത്. സംസ്ഥാന സർക്കാർ 10 പേർ ഉൾപ്പെടുന്ന ഒരു പട്ടികയും സംസ്ഥാന സർക്കാർ കോടതിയിൽ കൈമാറിയിരുന്നു. കൂടാതെ ഈ ജഡ്ജിയെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, ജഡ്ജിയെ സമിതി അധ്യക്ഷനായി നിയമിക്കണമെന്നത് സർക്കാരിൻ്റെ ആവശ്യമായിരുന്നു. അത് കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. അല്ലാത്ത പക്ഷം സെർച്ച് കമ്മിറ്റിയിൽ തുല്യത പാലിക്കാനാവില്ല എന്നൊരു കാര്യമാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ മുന്നോട്ട് വെച്ചത്. കൂടാതെ താൽക്കാലിക VC നിയമനം റദ്ദാക്കണമെന്നും സർക്കാർ ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് ഒരു നടപടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും സെർച്ച് കമ്മിറ്റിക്ക് ഒരു ചെയർമാനെ, ഒരു അധ്യക്ഷനെ ഇപ്പോൾ സുപ്രീം കോടതി നിയമിച്ചിരിക്കുകയാണ്. റിട്ടയർഡ് ജഡ്ജി സുധാൻഷു ധൂലിയെയാണ് സെർച്ച് കമ്മിറ്റി അധ്യക്ഷനായി നിയമിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ഈ VC നിയമനത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും സർക്കാരും അതോടൊപ്പം തന്നെ ഗവർണറുമായി നിലനിന്നിരുന്ന ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഒരു അനിശ്ചിതത്വത്തിന് ചെറിയൊരു പരിഹാരമാകുമെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും കാണേണ്ടത് ഇതിൽ നിന്നും. എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായ അല്ലെങ്കിൽ വളരെ നിർണായകമായ നടപടി ഉണ്ടായെന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും VC നിയമനത്തിന്, ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിന് സെർച്ച് കമ്മിറ്റി ചെയർമാനെ സുപ്രീം കോടതി നിയമിച്ചിരിക്കുകയാണ്. ദീപ്തി, തീർച്ചയായും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി ചെയർമാനെ നിയമിച്ച സുപ്രീം കോടതി. റിട്ടയർഡ് ജഡ്ജി സുധാൻഷു ധൂലിയാണ് ചെയർപേഴ്സൺ. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.